കേരളം കണ്ട രാഷ്ട്രീയ അധികായന്മാരിൽ ഒരാൾക്ക് കൂടി നാട് വിട നൽകുന്നു. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് ഇന്നലെ ഈ ലോകത്തോട് വിട പറഞ്ഞു. തന്റെ യൗവനകാലത്ത് ജീവിതം പാർട്ടിക്ക് വേണ്ടി സമർപ്പിക്കാൻ തീരുമാനിച്ച VS അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ വിജയങ്ങൾക്ക് പിന്നിൽ അദ്ദേഹത്തിന്റെ പ്രിയ പത്നി വസുമതിയുടെ പരിപൂർണമായ പിന്തുണ വളരെ വലുതായിരുന്നു. വിവാഹം, കുടുംബം, കുട്ടികൾ എന്നിവയെല്ലാം പാർട്ടി പ്രവർത്തനങ്ങൾക്ക് തടസ്സമാവുമെന്ന ചിന്ത തന്റെ നല്ല പ്രായത്തിലെ വിവാഹത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചിരുന്നു. എന്നാൽ സഹപ്രവർത്തകനും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന സുഗതന്റെ വാർദ്ധക്യകാലത്തെ കഷ്ടപ്പാടുകൾ നേരിട്ട് കണ്ട VSനും തന്റെ വാർദ്ധക്യകാലം ഇത്തരത്തിൽ ആരും നോക്കാനില്ലാത്ത ഒരവസ്ഥയിൽ ആയി പോകുമോ എന്ന ഉൾഭയം തോന്നി തുടങ്ങി. തുടർന്ന് എരുമല്ലൂർ കുത്തിയത്തോട് പ്രദേശത്തുള്ള പ്രധാന പാർട്ടി പ്രവർത്തകനായ TK രാമൻ മുഖേന വന്ന ആലപ്പുഴയിലെ കോടന്തുരുത്ത് കൊച്ചുതറയിൽ കുഞ്ഞൻ പാർവതി ദമ്പതിമാരുടെ മകളായ സെക്കന്ദരാബാദ് ഗാന്ധി ഹോസ്പിറ്റലിൽ ജനറൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്ന വസുമതിയുടെ ആലോചന VSന് സ്വീകാര്യമായി. അങ്ങനെ 1967 ജൂലൈ 16 വസുമതിയുമായുള്ള VSന്റെ വിവാഹം ആലപ്പുഴ നരസിംഹപുരം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ആടയാഭരണങ്ങൾ ഏതുമില്ലാതെ, മുഹൂർത്തമോ സദ്യവട്ടങ്ങളോ ഇല്ലാതെ പരസ്പരം ഓരോ മാല ചാർത്തി ഇരുവരും തങ്ങളുടെ ദാമ്പത്യ ജീവിതം ആരംഭിച്ചു. വിവാഹത്തിനു മുമ്പ് പാർട്ടി ഓഫീസിൽ സ്ഥിരതാമസമായിരുന്ന VSന് താമസിക്കാൻ ആലപ്പുഴയിൽ ഒരു ചെറിയ വീട് പാർട്ടി വാടകയ്ക്കെടുത്ത് നൽകിയെങ്കിലും വിവാഹത്തിന്റെ പിറ്റേന്ന് തന്നെ ഭാര്യയെ സ്വന്തം വീട്ടിൽ കൊണ്ടുചെന്നാക്കി VS തിരുവനന്തപുരത്തിന് വണ്ടി കയറി. പാർട്ടി പ്രവർത്തനങ്ങളിൽ മുഴുകിയിരുന്നപ്പോഴും തന്റെ കുടുംബത്തിന്റെ കാര്യത്തിലും VS ശ്രദ്ധയുള്ളവനായിരുന്നു. വേലിക്കകത്ത് എന്ന VSന്റെ നിലവിലെ ഭവനം തന്റെ ഭാര്യയുടെ പേരിൽ വാങ്ങിയതോടെയാണ് VSന് സ്വന്തമായ ഒരു വീടുണ്ടായത്. രാഷ്ട്രീയത്തിൽ സജീവ പ്രവർത്തകനായിരുന്ന VSന് പുതിയ പുതിയ ചുമതലകൾ പാർട്ടി നൽകിയതോടെ കുടുംബത്തിന്റെ പൂർണ്ണ ചുമതല വസുമതിയുടെ ചുമലിലായി. അന്നു മുതൽ VSനെയും മക്കളെയും തന്നാലാവും വിധം ഇക്കാലം അത്രയും അവർ പരിചരിച്ചു പോന്നു. ഇതിനിടയിൽ എവിടെയാണ് പരസ്പരം പ്രണയിക്കാൻ സമയം കിട്ടിയതെന്ന ചോദ്യമുണ്ടായേക്കാം. പക്ഷേ 44-ാം വയസ്സിൽ തനിക്കൊപ്പം കൂടിയ തന്റെ പ്രിയതമയ്ക്ക് തന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളും വിജയങ്ങളും എല്ലാം മനസ്സിലാക്കി പ്രവർത്തിച്ചതു തന്നെ തങ്ങൾ തമ്മിലുള്ള പ്രണയമായിരുന്നെന്ന് ഇരുവരും സാക്ഷ്യപ്പെടുത്തുന്നു.